വെൽക്കം ബാക്ക് ടു ഹെൽത്തി റെസിപ്പീസ്. ഇന്ന് നമുക്ക് മണിക്കടല വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവ ഉണ്ടാക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണിത്. ഇത് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നിർത്താൻ തോന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മണിക്കടല കുതിർത്ത് വെക്കണം. ഇപ്പോൾ ഞാനിത് 6 മണിക്കൂറോളം കുതിർത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മണിക്കടല ഒന്ന് വെന്ത് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെ ഞാനിത് 4 വിസിൽ വരെ വേവിച്ചു. ആ സമയത്ത് ഞാൻ ശർക്കര ഒരുക്കാൻ വെച്ചിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ചൂടൊന്നുകൂടി ആറാനുണ്ട്, കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. അപ്പോൾ ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളം തന്നെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചു കൊടുക്കാം. പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒരുക്കി വെച്ച ശർക്കര ഉണ്ടല്ലോ, അത് ഞാൻ അരിച്ചെടുത്തിരുന്നു. അത് ഞാനൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ച കടലയുടെ പേസ്റ്റും ചേർക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കടല പേസ്റ്റും ശർക്കരപ്പാനിയും നന്നായിട്ട് അങ്ങോട്ട് മിക്സായി കഴിഞ്ഞിട്ട് വേണം നമുക്കിത് സ്റ്റൗ ഓണാക്കി കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ശരിയായിട്ട് അങ്ങോട്ട് മിക്സായിട്ടില്ല, എന്നാലും നമ്മളിനി തുടരെ ഇളക്കി കുറുക്കിയെടുക്കുകയാണല്ലോ, അപ്പോൾ മിക്സ് ആയിക്കോളും. അങ്ങനെ ഞാൻ കുറുക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. 3/4 കപ്പ് മണിക്കടലയാണ് നമ്മൾ വേവിച്ചത്. അതിലേക്ക് ചെറിയ 4 ക്യൂബ് ശർക്കരയാണ് ചേർത്തത്. ശർക്കര ഉരുക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. നിങ്ങൾ ഈ ഹൽവ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി വലിയ പാത്രത്തിൽ ഉണ്ടാക്കണം കേട്ടോ നല്ലത്. ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇതിങ്ങനെ തിളക്കുമ്പോൾ പുറത്തേക്ക് തെറിക്കുന്നുണ്ട്, കണ്ടില്ലേ. കുറച്ചുകൂടി വലിയ കടായി എടുക്കുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം ഏലക്കായ്പ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ കടല വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ഒരു നുള്ളു ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഞാൻ ചേർക്കുന്നത് കോൺഫ്ലവർ ആണ്. ഒരു അല്പം തേങ്ങാപ്പാൽ കലക്കിയിട്ടാണ് ഞാൻ കോൺഫ്ലവർ ചേർക്കുന്നത്. തേങ്ങാപ്പാൽ വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് കയ്യിൽ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ഈ കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹൽവ പെട്ടെന്ന് കുറുകി റെഡിയായി കിട്ടും. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാനും പറ്റും. കോൺഫ്ലവർ നിർബന്ധമില്ല കേട്ടോ. കുറേ സമയം നിന്ന് ഇളക്കി കുറുക്കിയെടുക്കാൻ നിങ്ങൾക്ക് ക്ഷമ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ വേണ്ട. കോൺഫ്ലവർ ഇല്ലാതെ തന്നെ കുറുക്കിയെടുത്താൽ മതി. പിന്നെ ഞാനൊരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഇപ്പോഴാണ് നമ്മൾ നെയ്യ് ചേർക്കുന്നത് കേട്ടോ ഈ ഹൽവയിൽ. വളരെ കുറച്ച് നെയ്യ് മാത്രമേ ഈ ഹൽവയിൽ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ 1 സ്പൂണും പിന്നെ ലാസ്റ്റ് ഇത് കുറുകി റെഡിയായി കഴിഞ്ഞതിന് ശേഷം 1 സ്പൂണും, ആകെ 2 സ്പൂൺ നെയ്യാണ് ചേർത്തത്. ഇപ്പോൾ തെറിക്കലൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുറുകിയപ്പോൾ. ഇനി ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കോൺഫ്ലവർ ചേർത്തുകൊണ്ട് ഇത്ര പെട്ടെന്നാണെന്ന് അറിയാം ഇതിങ്ങനെ കുറുകി കിട്ടിയത്. വേണമെങ്കിൽ അരിപ്പൊടി ഉപയോഗിക്കാം കോൺഫ്ലവറിന് പകരം. കോൺഫ്ലവർ ഇല്ലയെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി. ഇപ്പോൾ നന്നായിട്ട് സൈഡിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹൽവ ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ആകെ ഒരു 5 മിനിറ്റേ വേണ്ടി വന്നിട്ടുള്ളൂ ഈ ഹൽവ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മണിക്കടല കയ്യിലുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇല്ലാത്തവർ അതൊന്ന് വാങ്ങി ഉണ്ടാക്കി കഴിച്ച് നോക്കേണ്ടത് തന്നെയാണ്, കാരണം അത്ര ടേസ്റ്റാണ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താത്ത ഷോർട്ട് വീഡിയോസ് എടുക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഞാനിതാ 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നെയ്യ് ചേർത്തപ്പോൾ നന്നായിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് പാനിൽ നിന്ന്. ഒറ്റ ഉണ്ടയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൽവയുടെ പാകം. ഈ ഹൽവയിൽ ഞാൻ നട്ട്സൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കുറച്ചുകൂടി ടേസ്റ്റി ആക്കാം കേട്ടോ. ഇനി ഞാനിത് നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. മുകൾ ഭാഗം നമുക്ക് നെയ്യ് പുരട്ടിയ ഒരു സ്പൂൺ കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ. ഇനി നമുക്കിതിനെ തണുക്കാൻ വെക്കണം. നന്നായിട്ട് തണുക്കാൻ അനുവദിക്കണം. ഞാൻ ഈ ഹൽവ നന്നായിട്ട് തണുത്തതിന് ശേഷം പിന്നെ 1/2 മണിക്കൂറോളം ഫ്രിഡ്ജിലും കൂടി വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഡീമോൾഡ് ചെയ്യണത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ മുറിച്ചെടുക്കാം. നിങ്ങളും ഇതുപോലെ 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രം കഷ്ണങ്ങളാക്കി എടുത്താൽ മതി കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കടല ഹൽവ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം.